കാടിറങ്ങി വന്ന രുചിക്കൂട്ടിൽ സരസ് മേള മയങ്ങി. വനസുന്ദരി വിഭവം സ്വന്തമാക്കിയത് 38 ലക്ഷത്തിലേറെ രൂപയുടെ വിപണിയെന്ന് കണക്കുകൾ. വനാന്തരങ്ങളിലെ തനത് രുചിക്കൂട്ടുകളുമായി എത്തിയ അട്ടപ്പാടിയുടെ സ്വന്തം വനസുന്ദരി ചിക്കൻ ദേശീയ സരസ് മേളയിൽ ചരിത്ര വിജയം കുറിച്ചു. കുടുംബശ്രീ മെഗാഭക്ഷ്യമേളയിലെ പ്രധാന ആകർഷണമായിരുന്ന വനസുന്ദരിയിലൂടെ 38,41,000 രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് അട്ടപ്പാടിയിലെ ഗോത്രവർഗ സംരംഭകർ നേടിയത്. മേളയുടെ തുടക്കം മുതൽ തന്നെ വനസുന്ദരി ചിക്കൻ കഴിക്കാൻ ജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ സമീപത്തു തന്നെ മറ്റൊരു കൗണ്ടർ കൂടി ആരംഭിക്കേണ്ടി വന്നു. എന്നിട്ടും വനസുന്ദരിയുടെ രുചി തേടിയെത്തുന്നവരുടെ നിര അവസാന ദിവസം വരെ നീണ്ടുനിന്നു. അട്ടപ്പാടി കൂക്കമ്പാളയം ആദിവാസി ഉന്നതിയിലെ അമല അഭയകുമാർ, സരോജിനി, വിജി എന്നിവരടങ്ങുന്ന കുടുംബശ്രീ അംഗങ്ങളാണ് ഈ വിഭവം തയ്യാറാക്കിയത്. മസാലപ്പൊടികൾ പൂർണ്ണമായും ഒഴിവാക്കി തയ്യാറാക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി റെഡി. അട്ടപ്പാടി ഊരുകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിക്കൂട്ട്. ആരോഗ്യവും രുചിയും ഒന്നിക്കുമ്പോൾ പച്ചനിറത്തിൽ വിരുന്നെത്തുന്ന വനസുന്ദരി വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് അട്ടപ്പാടിയുടെ പൈതൃകം കൂടിയാണ്. കൃത്രിമ നിറങ്ങളോ രാസവസ്തുക്കളോ ചേർക്കാത്തതിനാൽ ആരോഗ്യപ്രദമാണെന്നതാണ് ഇതിനെ ഭക്ഷ്യപ്രേമികളുടെ പ്രിയപ്പെട്ട വിഭവമാക്കി മാറ്റിയത്. കാടിന്റെ മണമുള്ള ഈ വിഭവം ഇത്തവണത്തെ സരസ് മേളയിലെ ഏറ്റവും വലിയ താരമായി മാറിയിരിക്കുന്നു. കടയിലത്തെ മസാലക്കൂട്ട് ഒന്നുമില്ല. അതിന് നാടൻ പച്ചമുളക്, കാന്താരി, പച്ചക്കുരുമുളക്, കാട്ടുകുരുമുളക്, അട്ടപ്പാടി കിട്ടുന്ന ഒരു കോഴി ജീരകം, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മല്ലി പുതിനൊക്കെ ചപ്പായിട്ടാണ് എടുക്കണേ. ഇതൊക്കെ റെഡിയാക്കി ഇഞ്ചി വെളുത്തുള്ളി, അപ്പൊ നമ്മൾ തക്കാളിക്ക് പകരം നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്യും, പുളി. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ മസാല ആക്കിയിട്ട് ചിക്കൻ ആദ്യം ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് ആ മസാലയിലാണ് നമ്മൾ ഇങ്ങനെ ചിക്കൻ ആക്കിയിരിക്കുന്നത്. അത് തന്നെ ആർക്കും കഴിക്കാം, ഹെൽത്തി ഫുഡാണ്.